നമസ്കാരം. കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിക്കുകയും ചെയ്തു. സുരേഷ് ഗോപി തന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഇ.കെ. നായനാറാണ് എന്ന് തുറന്നു പറഞ്ഞിരുന്നു. സുരേഷ് ഗോപി SFIയിൽ പ്രവർത്തിച്ച കാലത്ത് ഇ.കെ. നായനാറുമായുള്ള സൗഹൃദം വളർത്തിയിരുന്നു. ഇ.കെ. നായനാറിന്റെ ചിന്താഗതികളും പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ഒരു മാതൃകയാണ്. BJPയിലേക്ക് ചുവട് മാറ്റിയ ശേഷം പോലും ഇ.കെ. നായനാറുമായുള്ള സൗഹൃദം ആകാംക്ഷയോടെ ഓർത്തെടുക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സുരേഷ് ഗോപി മലയാളികളുടെ പ്രിയ നടൻ കേന്ദ്ര സഹമന്ത്രിയായി ചുമതല ഏറ്റെടുത്തു. കിഫ്ബിയുടെ പ്രസക്തിയെ പറ്റിയും മറ്റു പദ്ധതികളെ പറ്റിയും തന്റെ നിലപാടുകൾ വ്യക്തമാക്കുമെന്ന് പറഞ്ഞു. സുരേഷ് ഗോപി കണ്ണൂരിൽ എത്തിയപ്പോഴാണ് ഇ.കെ. നായനാറുടെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിച്ചത്. നയനാറുമായി വ്യക്തിപരമായ ബന്ധം പങ്കുവച്ചിട്ടുള്ള സുരേഷ് ഗോപി അന്നത്തെ തങ്ങളുടെ അനുഭവങ്ങളും സ്നേഹവും പങ്കുവച്ചു. ഇ.കെ. നായനാർ എന്ന വ്യക്തിത്വം എനിക്ക് എന്നും പ്രചോദനമായിരുന്നു. രാഷ്ട്രീയത്തിൽ എനിക്ക് ഏറെ ബോധവൽക്കരണം നൽകിയ നന്മയുള്ള നേതാവ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കാണുന്നത് വലിയ അഭിമാനമാണ്, സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപി BJPയിൽ ചേരുന്ന കാര്യം നൂറുകണക്കിന് പ്രവർത്തകരെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇ.കെ. നായനാറിന്റെ സഹചാരികളും സുഹൃത്തുക്കളും അദ്ദേഹത്തിനുള്ള പിന്തുണയും സ്വാഗതവും പ്രഖ്യാപിച്ചിരുന്നു. ഇ.കെ. നായനാറുമായുള്ള സൗഹൃദം രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറം നിലനിന്നുവെന്നും സുരേഷ് ഗോപി ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എപ്പോഴും എവിടെയും ആയിരുന്നാലും തൻ്റെ പ്രിയപ്പെട്ട നേതാവായ ഇ.കെ. നായനാറോടുള്ള സ്നേഹവും ആദരവും വിട്ടുവീഴ്ച ചെയ്യില്ല, സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപിയുടെ സന്ദർശനത്തെ രാഷ്ട്രീയ വേദികളിലും സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും വൻ പ്രതികരണമാണ് ലഭിക്കുന്നത്. കണ്ണൂരിന്റെ രാഷ്ട്രീയ പാരമ്പര്യവും CPM നേതാക്കളുടെ പ്രവർത്തനവും സമൂഹത്തിൽ കൂടുതൽ നന്മ ചെയ്യാനുള്ള അവരുടെ പ്രതിബദ്ധതയും സുരേഷ് ഗോപിയുടെ സന്ദർശനം കൊണ്ട് വീണ്ടും മുന്നോട്ട് വന്നിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ സന്ദർശനം വിവിധ സംശയങ്ങളും പ്രത്യാശകളും ഉയർത്തി. സഹമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതോടെ നയനാറിന്റെ വീട്ടിലേക്ക് പോകുന്നത് ഒരു രാഷ്ട്രീയ നീക്കമല്ലേ എന്ന ചോദ്യവും ഉയർന്നിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം മലയാളികൾക്കെല്ലാം അഭിമാനമായി. ചലച്ചിത്ര മേഖലയിൽ തുടക്കമിട്ട സഞ്ചാരം ഇപ്പോൾ രാഷ്ട്രീയത്തിലും മികച്ച സംഭാവനകളായി മാറുന്നു. സുരേഷ് ഗോപിയുടെ ഇ.കെ. നായനാറിന്റെ വസതിയിലുള്ള സന്ദർശനം ഒരു പ്രധാന രാഷ്ട്രീയ ചുവടുമാറലായി കാണപ്പെടുന്നു. ഇ.കെ. നായനാറിന്റെ ചിന്തകൾക്ക് ആദരവും സ്നേഹവും പങ്കുവെച്ചാണ് സുരേഷ് ഗോപി ഈ സന്ദർശനം നടത്തുന്നത്.